മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നോമ്പ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള തരത്തിൽ ആ വിധത്തിലായിരിക്കണം നമ്മളുടെ റമളാൻ നമ്മളൊക്കെയും നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ പാലിക്കേണ്ടത് എന്നാണ് ഞാൻ ഊന്നി പറഞ്ഞത്. കാരണം മുസ്ലിമീങ്ങളെ കുറിച്ച് വല്ലാതെ ജനങ്ങൾ പേടിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെയും 3-4 ദിവസം കൊണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. വിശദീകരിക്കാൻ എൻ്റെ ആവശ്യമില്ല. ആലോചിച്ച് നോക്കി, നമ്മളുടെ സമുദായത്തിൽപ്പെട്ടവർ, നമ്മളുടെ സമുദായത്തിലെ മക്കളാ. ആ ചെറുപ്പക്കാരനെ കുറിച്ച് നാട്ടുകാർക്കൊരു പരാതിയുമില്ല, അവനെ കുറിച്ച് ആളുകൾക്കൊരു നെഗറ്റീവും പറയാനില്ല. പക്ഷേ അവന്റെ ജീവിതത്തിൽ അവനെ സ്വാധീനിച്ചത് എന്തായിരിക്കും? അവൻ ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ, ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്യാൻ അവന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി എന്തായിരിക്കും? നമ്മൾ അവിടെ പരിശോധിക്കേണ്ടതാണ്. നമ്മളുടെ സ്വന്തം മക്കളെ കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ട സമയമാണ്. നമ്മൾ സ്വന്തം മക്കളെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പരിശോധന നടത്തേണ്ട സമയമാണ്. നമ്മളുടെ മക്കളുടെ സ്വകാര്യ നിമിഷങ്ങൾ, അവരുടെ സ്വകാര്യ ഇടപെടലുകൾ, എല്ലാത്തിലും നമ്മളുടെ കണ്ണ് നമുക്ക് നിർബന്ധമായിട്ടുണ്ടാകണം. ഇനിയും അല്ലാഹു തആല ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള ഇടവരുത്താതിരിക്കുമാറാകട്ടെ. ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ നമ്മൾ മൊബൈൽ കയ്യിലെടുക്കുമ്പോൾ പേടിയാണ്, നമുക്ക് ആശങ്കയാണ്. ഇന്ന് ഏത് ഭീകര വാർത്തയുമായിട്ടാണ് ഈ പ്രഭാതം പൊട്ടിവിടരുന്നത് എന്ന്. അത്രയും വലിയ ദുരന്തങ്ങളുടെ സാമൂഹ്യ തിന്മയുടെ നടുവിലാണ് നമ്മൾ വർത്തമാനകാലത്തെ ചെറുപ്പക്കാർ, യുവാക്കൾ. അല്ലാഹു തആല ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഇസ്ലാമിന്റെ പ്രകാശ ഗോപുരങ്ങളാകണം. നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയണം. അതാണ് നമുക്ക് സഹിഷ്ണുതയാണ്, നമുക്ക് ക്ഷമയാണ്, നമുക്ക് സാമൂഹ്യ നന്മയാണ് ഇസ്ലാമിന്റെ ചിഹ്നം, അതിന്റെ മുഖമുദ്ര. അത് നമ്മളിൽ ഉണ്ടാകണം. നമ്മൾ കാരണമായി ഇസ്ലാമിന്റെ പിറവ കെട്ടുപോയാൽ, അതിനെന്തെങ്കിലും ദോഷം വന്നാൽ പരലോകത്ത് മുസ്ലിം നാമധാരികളായ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. ഒരു മാതാവിന്റെ മനസ്സ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. രണ്ടാമതും അവരോട് പോലീസ് മൊഴിയെടുക്കാൻ ചോദിക്കുമ്പോൾ സ്വന്തം മകനെതിരെ മൊഴി കൊടുക്കാതെ, സ്വന്തം മകനെതിരെ പരാതി പറയാതെ ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണെന്ന് ഉമ്മ പറയണമെങ്കിൽ ഒരു മാതൃസ്നേഹത്തിന്റെ അതിർവരമ്പുകളില്ലാത്ത ലോകം എത്രയായിരിക്കും? ഒരു ഉമ്മയുടെ മനസ്സ് എങ്ങനെയായിരിക്കും? ആ ഉമ്മമായോട് പോലും ക്രൂരത കാണിക്കുന്ന ഒരു തലമുറ വളർന്നു വരുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട്. അതിന് ഏറ്റവും വലിയത് ലഹരിയാണ്. പല ലഹരിയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ അള്ളാഹു, നമ്മുടെ നാടിനെ പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടുത്ത കാലത്ത് നടന്ന എല്ലാ ക്രൂരമായ കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വില്ലൻ ലഹരിയാണ് എന്ന് പറയുമ്പോൾ അതിനൊക്കെ അടിമപ്പെട്ടു പോയവർ, അതിനൊക്കെ അഡിക്റ്റായി പോയവർ, അവർ സ്വയം നന്നാവണമെന്ന് വിചാരിച്ചാൽ പോലും ആ കയത്തിൽ നിന്ന് കയറി വരാൻ കഴിയാത്ത വിധം അവർക്ക് അതിന് പെട്ടുപോയിട്ടുണ്ടാകാം. അല്ലാഹു തആല സമൂഹത്തെ, ഈ സമുദായത്തെ നന്നാക്കുമാറാകട്ടെ. എല്ലാ സാമൂഹ്യ തിന്മകളിൽ നിന്നും, ക്രൂരതകളിൽ നിന്നും, ഭീകര പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു നാടിനെ പരിശുദ്ധമാക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നാടിൽ ആവർത്തിക്കാതെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സനാതന മൂല്യങ്ങൾ, പരിശുദ്ധ ഇസ്ലാമിന്റെ നന്മകൾ മദ്രസാതലം മുതൽ വാലുകളിലൂടെ, നല്ല ഉപദേശങ്ങളിലൂടെ നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തി നല്ലത് ചെയ്യാൻ പ്രേരിപ്പിച്ച് അവർക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ തന്നെ അതൊക്കെ അവർ വഴികെട്ടു പോകുന്നതിന്, അവരുടെ ദുർമാർഗത്തിന് കാരണമാകുമോ എന്ന് നമ്മൾ പരിശോധിക്കണം. അത് മൊബൈലാകട്ടെ, അത് വാഹനമാകട്ടെ, നമ്മൾ അവരുടെ പഠന മേഖലകളിലേക്ക് നമ്മൾ നയിക്കുമ്പോഴാകട്ടെ, നമ്മളുടെ കണ്ണ് എപ്പോഴും അവരുടെ പിന്നിൽ ഉണ്ടാകണം. അല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ കുടുംബങ്ങൾ പേറേണ്ടി വരും. പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് നാട്ടിലും കുടുംബത്തിലുമൊക്കെയും റമളാനിന്റെ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് ആ റമളാനിന്റെ പരിശുദ്ധിക്ക് ഒരു കോട്ടം വരാത്ത തരത്തിൽ നമ്മളുടെ ഇടപെടലുകളും നമ്മളുടെ സംസാരങ്ങളും നമ്മളുടെ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മളിൽ ഉണ്ടാകണം. റമളാൻ കടന്നു വരുമ്പോൾ നമ്മളുടെ പള്ളി, നമ്മളുടെ നാട്ടിലുള്ള 3 പള്ളികളും വളരെ സജീവമായി ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. തറാവീഹ് നിസ്കാരങ്ങളിൽ റമളാനിൽ മാത്രം അല്ലാഹു തആല നമുക്ക് സുന്നത്താക്കിയ ഒരു മഹത്തായ ഇബാദത്താണ്. നമ്മൾ ഇനി അടുത്തൊരു വർഷത്തേക്ക് വേണ്ടി കാത്തിരിക്കാതെ ഇപ്പോൾ അല്ലാഹു നമുക്ക് ആയുസ് തന്നു, ഇപ്പോൾ അല്ലാഹു നമുക്ക് ആരോഗ്യം തന്നു. ഇൻഷാ അല്ലാഹ് നിർവഹിക്കണമെന്ന നല്ല മനസ്സോടുകൂടി, നല്ല നിയ്യത്തോടുകൂടി എല്ലാത്തിലും ഇടപെടാൻ അല്ലാഹു തആല ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.